ഹലോ. അന്ന് ഒരു തണുത്ത രാത്രിയായിരുന്നു. കോടീശ്വരനായ മനുഷ്യൻ അതിവേഗം ഹോട്ടൽ മുറിയിലേക്ക് നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് ഹോട്ടലിന് പുറത്ത് തണുത്തു വിറങ്ങലിച്ച് കൂനിക്കൂടിയിരിക്കുന്ന ആ വൃദ്ധനെ കണ്ടത്. അയാൾ അടുത്തു ചെന്ന് ദരിദ്രനായ വൃദ്ധനോട് ചോദിച്ചു, ഈ തണുപ്പിൽ ഇവിടെ ഇങ്ങനെ പുറത്ത് ഒരു പുറങ്കുപ്പായം പോലും ഇല്ലാതെ എങ്ങനെയാണ് നീയിരിക്കുന്നത്? ആ വൃദ്ധൻ ദയനീയമായ മുഖഭാവത്തോടെ ആ മനുഷ്യനോട് മറുപടി പറഞ്ഞു, എനിക്ക് പുറങ്കുപ്പായമില്ല, പക്ഷേ തണുപ്പത്ത് ഇരുന്ന് എനിക്കതൊരു ശീലമായിട്ടുണ്ട്. സങ്കടം തോന്നിയ ധനികനായ മനുഷ്യൻ വൃദ്ധനായ മനുഷ്യനോട് പറഞ്ഞു, നീ കുറച്ചു നേരം എനിക്ക് വേണ്ടി കാത്തിരിക്കൂ, ഞാൻ അകത്തു പോയി നിനക്ക് പുതയ്ക്കാൻ ഒരു പുതപ്പുമായി വരാം. ഉള്ളിലേറെ സന്തോഷം തോന്നി വൃദ്ധനായ മനുഷ്യൻ കാത്തിരിപ്പ് തുടങ്ങി. എന്നാൽ ഹോട്ടൽ മുറിയിലേക്ക് പോയ മനുഷ്യൻ തൻ്റെ തിരക്കുകളിൽപ്പെട്ട് പുറത്തെ തണുപ്പിലിരിക്കുന്ന വൃദ്ധനായ മനുഷ്യനെ മറന്നുപോയി. നേരം പുലർന്നപ്പോൾ പെട്ടെന്ന് ഈ കോടീശ്വരനായ മനുഷ്യൻ ആ വൃദ്ധനെ ഓർത്തു. അയാൾ ധൃതിയിൽ വാതിലുകൾ തുറന്ന് പുറത്തേക്ക് വന്നു. പക്ഷെ അപ്പോഴേക്കും ആ ദരിദ്രനായ മനുഷ്യൻ തണുപ്പിൽ അതിനെ അതിജീവിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടിരുന്നു. അയാളുടെ കൈകളിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന ഒരു കുഞ്ഞു കടലാസ് കഷ്ണമുണ്ടായിരുന്നു. അതിലിപ്രകാരം ചില വരികൾ ആ മനുഷ്യൻ കണ്ടു. എനിക്ക് പുറങ്കുപ്പായമില്ലാതിരുന്നപ്പോൾ എൻ്റെ മനസ്സും ശരീരവും തണുപ്പിനോട് പൊരുത്തപ്പെടാൻ ശീലിച്ചിരുന്നു. പക്ഷേ എന്നെ സഹായിക്കാമെന്ന നിന്റെ വാഗ്ദാനം, അതിൽ ഞാൻ ഒരുപാട് വിശ്വാസമർപ്പിച്ചു. ആ നിമിഷം മുതൽ തണുപ്പിനോട് മല്ലിടാനുള്ള എൻ്റെ മനസ്സിൻ്റെ ധൈര്യം ഞാൻ ചോർത്തിക്കളഞ്ഞു. ജീവിതത്തിൻ്റെ വിരുദ്ധവും വിപരീതവും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ശീലിച്ച അനേകം ദരിദ്രരായ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർ അവരുടെ വേദനയിലും സങ്കടത്തിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു പോകാം എന്ന് തീരുമാനിക്കും. വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ചില മനുഷ്യരുണ്ട്. എന്നിട്ട് പിന്നീട് ഒരിക്കലും ആ വാഗ്ദാനങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കാതെ ആ മനുഷ്യരെ തീരാത്ത സങ്കടങ്ങളിലേക്ക് തള്ളിയിട്ട് പോകുന്നവർ. നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങളൊന്നും ആർക്കും നമ്മൾ നൽകാതിരിക്കുന്നതല്ലേ നല്ലത്. ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊന്നും നമുക്ക് വലിയ വിലയില്ലാത്തതായിരിക്കും. എന്നാൽ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളിൽ ഏറെ വിശ്വസിച്ചു പോകുന്ന മനുഷ്യരുണ്ട്. അവർക്കത് എല്ലാത്തിലും വലുതാണ്. ദൈവത്തോടായാലും മനുഷ്യരോടായാലും കൊടുക്കുന്ന വാഗ്ദാനങ്ങളെ നിറവേറ്റുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. വേദമൊഴികളുണ്ട് കേട്ടോ, നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. നാം കൊടുക്കുന്ന പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ, അത് നിറവേറ്റാൻ നമ്മളൊരു മനസ്സ് കാണിക്കണം. നമ്മിൽ വിശ്വാസം അർപ്പിക്കുന്ന എത്രയോ നിഷ്കളങ്കരമായ മനുഷ്യരുണ്ട്, നമ്മിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നവർ. ഒരുപക്ഷെ അവർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ പോലും നമ്മൾ അങ്ങോട്ടേക്ക് വാഗ്ദാനം ചെയ്യും. അവരെ സ്വപ്നങ്ങളുടെ ലോകത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അവർ അവരുടെ ഹൃദയത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ നെയ്തവർ കൂട്ടും. വലിയ വലിയ സങ്കല്പങ്ങളുടെ ലോകത്തിലേക്ക് അവർ സഞ്ചരിക്കും. പിന്നീട് ഒരു നാൾ അത് കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നിരാശയുടെയും സങ്കടങ്ങളുടെയും പടുകുഴിയിലേക്ക് വീഴും. എത്രയോ മനുഷ്യരാണ് മറ്റു ചില മനുഷ്യരുടെ വാഗ്ദാനങ്ങൾക്ക് വിശ്വാസമർപ്പിച്ച് തകർന്നു പോയിട്ടുള്ളത്. എല്ലാ സ്വപ്നങ്ങളെയും മറന്ന്, എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് ഉള്ള പരിമിതികളിൽ സന്തോഷപൂർവ്വം കഴിയുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ മോഹിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരുടെ മോഹങ്ങളെ നമ്മൾ തല്ലിക്കെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ ചെറിയ ലോകത്തിൽ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കും. എന്നിട്ട് അവരെ നിസ്സാരമായി നമ്മൾ താഴേക്ക് തള്ളിയിടും. പൊള്ളയായ വാഗ്ദാനങ്ങളും നിറവേറ്റപ്പെടാത്ത വാഗ്ദാനങ്ങളും നീ നൽകിയിട്ടുണ്ടെങ്കിൽ, അതുമൂലം ആരെങ്കിലുമൊക്കെ കരയുന്നുണ്ടെങ്കിൽ തിരുത്താൻ സമയമായിട്ടുണ്ട് കേട്ടോ. നിറവേറ്റാൻ പറ്റാത്തതൊന്നും വാഗ്ദാനങ്ങളായി കൊടുക്കാതിരിക്കുക. കൂടെയുണ്ട് കേട്ടോ, കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥനയും.